My dear students, we can continue Preface to the Lyrical Ballads. Today, let us talk about language of poetry. The irrelevance of ornamental language in poetry. The language of poetry cannot be merely ornamental, and the poet's message cannot be hampered by stylistic devices. കവിതയിൽ അല്ലെ കാവ്യത്തിലെ ഭാഷ എന്ന് പറയുന്നത് അത് വളരെയധികം ആലങ്കാരികമാക്കരുത് എന്നാണ് പിന്നെ വേർഡ്സ്വർത്തിൻ്റെ അഭിപ്രായം. അതായത് പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള അലങ്കാരം വെറുതെ കൊണ്ടുവെക്കേണ്ട കാര്യമില്ല എന്നാണ്. ആൻഡ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള സ്റ്റൈലിസ്റ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ദ ലാംഗ്വേജ് ഓഫ് പോയട്രി കനോട്ട് ബി മിയർലി ഓർണമെൻ്റൽ ആൻഡ് ദ പോയറ്റ്സ് മെസ്സേജ് കനോട്ട് ബി ഹാമ്പേർഡ് ബൈ സ്റ്റൈലിസ്റ്റിക് ഡിവൈസസ്. കവിക്ക് ഒരു മെസ്സേജ് നൽകാനുണ്ട്. ആ നൽകാനുള്ള മെസ്സേജ് ഒരുപാട് ഓർണമെൻ്റൽ ആക്കുമ്പം അതിൻ്റെ എന്താണോ നൽകാനുള്ളത് അതിൻ്റെ ആ ക്വാളിറ്റി മോശമായി പോകും, ഇല്ലാണ്ടായി പോകും. അത് ആ മെസ്സേജ് അവിടെ കൺവേ ചെയ്യില്ല. വെറുതെ അതിൻ്റെ വെറുതെ അത് എന്താ പറയുക കളർ ചെയ്യാൻ മാത്രമേ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ പറ്റുള്ളൂ എന്നാണ് കവി പറയുന്നത്. A poet has to appeal to his readers through his message, vision, subject matter and his treatment of it, and not through ornamental poetic diction. കവി വായനക്കാരെ ആകർഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മെസ്സേജ്, അതുപോലെ വിഷൻ, ദർശനം, അതുപോലെ തീം, സബ്ജക്റ്റ് മാറ്റർ ആൻഡ് ഹിസ് ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ്. എങ്ങനെ ഇത് ട്രീറ്റ് ചെയ്യുന്നു എന്നൊക്കെ അനുസരിച്ചാണ്. ആൻഡ് നോട്ട് ത്രൂ ഓർണമെൻ്റൽ പോയറ്റിക് ഡിക്ഷൻ, വെറുതെ ആലങ്കാരികമായിട്ടുള്ള ഒരു വേർഡ്സ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടുള്ള ഒരു കളിയല്ല എന്ത് കവിത. അപ്പം ആലങ്കാരികമായിട്ടുള്ള പദം ഉപയോഗിച്ചു എന്നുകൊണ്ട് കവിത നന്നാവണമെന്നില്ല എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. റീഡേഴ്സിനെ അദ്ദേഹത്തിൻ്റെ മെസ്സേജ്, വിഷൻ, സബ്ജക്റ്റ് മാറ്റർ ആൻഡ് ഹിസ് ട്രീറ്റ്മെൻറ്റ് അതുവഴിയാണ് ആകർഷിക്കേണ്ടത്, അല്ലാണ്ട് വെറുതെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഓർണമെൻ്റൽ പോയറ്റിക് ഡിക്ഷൻ കൊണ്ടല്ല. എ പോയറ്റ് വിൽ ഹാവ് ടു യൂസ് ലാംഗ്വേജ് അപ്രോപ്രിയേറ്റ് ടു ദ ക്യാരക്ടേഴ്സ് ഇൻ എ പോയം ആൻഡ് ഈവൻ ഇഫ് ഹി സ്പീക്സ് ഇൻ ഹിസ് ഓൺ പേഴ്സൺ ആൻ എലവേറ്റഡ് ലാംഗ്വേജ് വിൽ ബി അൺസ്യൂട്ടബിൾ ബിക്കോസ് poet speaks the same language as a common man does. A poet will have to use a language appropriate to the characters in a poem, and even if he speaks in his own person, an elevated language will be unsuitable because poet speaks the same language as the common man does. ഇപ്പം കവി സാധാരണക്കാർക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് അനുയോജ്യമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് കവിയുടെ സ്വന്തം നിലയിൽ പറഞ്ഞാലും എലവേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഉദാത്തമായിട്ടുള്ള ഭാഷ പറയുമ്പോൾ അത് ഒരിക്കലും അനുയോജ്യമാവില്ല. കാരണം ബിക്കോസ് പോയറ്റ്സ് സ്പീക്ക് ദ സെയിം ലാംഗ്വേജ് ആസ് ദ കോമൺ മാൻ ഡസ്. കവി ഉപയോഗിക്കുന്നത് സാധാരണക്കാരുടെ അതേ ഭാഷയാണ്. അപ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യില്ല, അത് അൺസ്യൂട്ടബിൾ ആവില്ല എന്ന് പറയാം. നോ പോയറ്റ് റൈറ്റ്സ് പോയട്രി ഫോർ ഹിസ് ഓൺ ഗ്രാറ്റിഫിക്കേഷൻ ഓൺലി, ഹിസ് പോയട്രി ഈസ് മെൻറ്റ് ഫോർ ഓൾ റീഡേഴ്സ്. ഒരു കവിയും അയാളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയല്ല കവിത എഴുതേണ്ടത്. അദ്ദേഹം എഴുതുന്ന കവിത എല്ലാവർക്കും വേണ്ടിയാണ്. Poets do not write for poets alone but for men. അതായത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടിയാണ് കവിത എഴുതുന്നത്, അയാൾക്ക് വേണ്ടി മാത്രം അല്ല. Therefore they should use the language of the common man and in their poetry, and such a language should be purged of its impurities. വീണ്ടും പറഞ്ഞ കാര്യം തന്നെ വേർഡ്സ്വർത്ത് പറയാണ്. പിന്നെ സാധാരണക്കാരുടെ ഭാഷ അത് കുറച്ച് ശുദ്ധീകരിച്ചിട്ട് ഉപയോഗിക്കണം എന്ന് പറയാണ്. Meter and poetic diction. In this segment of the critical essay, Wordsworth speaks in defense of meter in poetry and rejects artificial and ornamental poetic diction. അപ്പോൾ അടുത്ത തലക്കെട്ട് എന്ന് പറയുന്നത് മീറ്റർ ആൻഡ് പോയറ്റിക് ഡിക്ഷൻ ആണ്. അതിലും അദ്ദേഹം പറയുന്നത് മീറ്ററിനെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യാണ്. എന്നിട്ട് പറയാണ് മീറ്റർ കവിതയിൽ ആവശ്യമാണ്. എന്നിട്ട് പറയാം റിജക്റ്റ് ആർട്ടിഫിഷ്യൽ ആൻഡ് ഓർണമെൻ്റൽ പോയറ്റിക് ഡിക്ഷൻ. പക്ഷേ അലങ്കാരികമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഈ ഓർണമെൻ്റൽ പോയറ്റിക് ഡിക്ഷനെയാണ് അദ്ദേഹം പിന്നെ ആർട്ടിഫിഷ്യലും അദ്ദേഹം എതിർക്കുന്നത്. മീറ്റർ ഇൻ പോയട്രി has got a regular and uniform pattern and therefore it adds beauty to poetry, whereas poetic diction does not have standard rules, and since it varies from poet to poet, it creates only confusion in the readers. Meter in poetry has got a regular and uniform pattern. അപ്പോൾ വൃത്തം എന്ന് പറയുന്നത് അതിനൊരു പാറ്റേൺ ഉണ്ട്. ഇപ്പം നമ്മളിപ്പം പിന്നെ ശ്ലതകാകളി, മഞ്ചരി എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു താളം, പ്രത്യേക താളമുണ്ട്, അതിനൊരു റെഗുലർ പാറ്റേൺ ഉണ്ട്, റൂൾസ് ഉണ്ട്. അതുപോലെയല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പോയറ്റിക് ഡിക്ഷൻ. ഈ കവിതയിൽ സെലക്ഷൻ ഓഫ് വേർഡ്സ് എടുക്കുന്ന അതുപോലെയല്ല. അത് ഓരോ കവികളും എടുക്കുന്ന സെലക്ഷൻ ഓഫ് വേർഡ്സ് അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കും. അപ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് ഓൺലി കൺഫ്യൂഷൻ ഇൻ ദ റീഡേഴ്സ്. അത് ശരിക്കും എന്താണ്, യഥാർത്ഥത്തിൽ വായനക്കാരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഓർണമെൻ്റലായിട്ടുള്ള പോയറ്റിക് ഡിക്ഷൻ ഒഴിവാക്കുക, മീറ്റർ ഒഴിവാക്കണം എന്നില്ല. എന്താ വെച്ചാൽ മീറ്റർ ആഡ് പ്ലഷർ ടു ദ പോയട്രി.
കവിതയിൽ മീറ്റർ എന്ത് ചെയ്യുന്നു? ആനന്ദം നൽകുന്നുണ്ട്. ഇൻ ഹിസ് പോയട്രി വേർഡ്സ്വർത്ത് ഡീൽ വിത്ത് ദ പാഷൻ ആൻഡ് ഫീലിംഗ്സ് ഓഫ് മെൻ ആൻഡ് ദ ഒബ്ജക്ട്സ് ഓഫ് നേച്ചർ ആൻഡ് ഹി കുഡ് ഹാവ് വെൽ പ്രസൻറ്റഡ് ദം ഇൻ പ്രോസ് ഇറ്റ്സെൽഫ് ബട്ട് ഹി ഹാസ് ചോസൺ പോയട്രി ബിക്കോസ് പോയട്രി ഹാസ് മീറ്റർ വെൽ പ്രോസ് ഡസ് നോട്ട് ഹാവ് ഇറ്റ്. ഇൻ ഹിസ് പോയട്രി വേർഡ്സ്വർത്ത് ഡീൽസ് വിത്ത് ദ പാഷൻ ആൻഡ് ഫീലിംഗ്സ് ഓഫ് മെൻ ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് നേച്ചർ. വേർഡ്സ്വർത്ത് ഈ കവിതയിലൂടെ പിന്നെ മനുഷ്യൻ്റെ വികാരങ്ങൾ ആണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആൻഡ് ഹി കുഡ് ഹാവ് വെൽ പ്രസൻറ്റഡ് ദം ഇൻ പ്രോസ് ഇറ്റ്സെൽഫ്. അത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? പ്രോസിലും കഴിയും, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഹി ഹാസ് ചോസൺ പോയട്രി ബിക്കോസ് പോയട്രി ഹാസ് മീറ്റർ വൈൽ പ്രോസ് ഡസ് നോട്ട് ഹാവ് ഇറ്റ്. പക്ഷേ അദ്ദേഹം പോയട്രി തന്നെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പ്രോസിലും, അദ്ദേഹം ഹ്യൂമൻ പാഷൻസും ഹ്യൂമൻ ഇമോഷൻസും അദ്ദേഹത്തിന് പ്രോസിൽ പ്രസൻറ്റ് ചെയ്യാം, പോയട്രിയിലും പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ അദ്ദേഹം സെലക്ട് ചെയ്ത് എന്തിലാണ്? പോയട്രിയിലാണ്. കാരണം ബിക്കോസ് പോയട്രി ഹാസ് മീറ്റർ വൈൽ പ്രോസ് ഡസ് നോട്ട് ഹാവ്. കവിതയിൽ എന്തുണ്ട്? വൃത്തമുണ്ട്. പോയട്രിയിൽ മീറ്റർ ഉണ്ട്, എന്തിലില്ല? പ്രോസിലില്ല. ട്രഡീഷൻ ഹാസ് പ്രൂവ്ഡ് ദിസ് ആൻഡ് മെനി പോയറ്റ്സ് ഇൻ ദ പാസ്റ്റ് എംപ്ലോയ്ഡ് മീറ്റർ ഇൻ പോയട്രി. ട്രഡീഷൻ ഹാസ് പ്രൂവ്ഡ് ദിസ്, പാരമ്പര്യം തന്നെ അത് തെളിയിച്ചിട്ടുണ്ട്. ആൻഡ് മെനി പോയറ്റ്സ് ഇൻ ദ പാസ്റ്റ് എംപ്ലോയ്ഡ് മീറ്റർ ഇൻ പോയട്രി. പല പഴയകാല കവികളും പിന്നെ അവരുടെ കവിതകളിൽ വൃത്തം ഉപയോഗിച്ചിട്ടുണ്ട്. There are few critics who contended that meter in poetry gives minimum pleasure only, and to heighten poetic pleasure, a poet will have to choose an appropriate poetic diction also. പല വിമർശകരും പറയുന്നത് പിന്നെ ഒരു മിനിമം പ്ലഷർ മാത്രമേ മീറ്റർ നൽകുള്ളൂ എന്നാണ്. അത് അതിനൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോയറ്റിക് ഡിക്ഷൻ നിർബന്ധമാണ് ഒരു കവിതയിൽ എന്ന് പറയുന്നത്. ബട്ട് വേർഡ്സ്വർത്ത് ആർഗ്യൂസ് ദാറ്റ് ദീസ് ക്രിറ്റിക്സ് അണ്ടർറേറ്റ് ദ പവർ ഓഫ് മീറ്റർ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിറ്റിക്സ് ശരിക്കും വൃത്തത്തിൻ്റെ ആ ഒരു പിന്നെ ശക്തിയെ താഴ്ത്തിക്കളയാണ് ചെയ്യുന്നത്. മീറ്റർ അലോൺ ക്യാൻ ഗിവ് പ്ലഷർ ആൻഡ് മെനി പോയറ്റ്സ് ഇൻ ദ പാസ്റ്റ് പ്രൂവ്ഡ് ദിസ്. വൃത്തത്തിന് മാത്രം ഒരു കവിതയിൽ അല്ലെ പോയട്രിയിൽ പ്ലഷർ നൽകാൻ കഴിയും. ദർ പോയം സ്റ്റിൽ കണ്ടിന്യൂ ടു ഗിവ് പ്ലഷർ ടു ദി റീഡേഴ്സ്. അപ്പം കഴിഞ്ഞ കാലമുള്ള വൃത്തം ഉപയോഗിച്ചിട്ട് കവിത എഴുതുന്ന ആൾക്കാരുടെ കവിതകൾ ഇപ്പോഴും ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. Hence, Wordsworth is in favor of meter in poetry and he rejects poetic diction downright because it creates only confusion in the readers. അപ്പോൾ അദ്ദേഹം മീറ്ററിനെ സപ്പോർട്ട് ചെയ്യുകയും പോയറ്റിക് ഡിക്ഷനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. കാരണം പോയറ്റിക് ഡിക്ഷൻ ആളുകളിൽ കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന് വേർഡ്സ്വർത്ത് പറയുന്നു. നെക്സ്റ്റ് ടൈറ്റിൽ, meter and its controlling purpose. The end of poetry is to produce excitement, but sometimes the excitement may be carried beyond its proper bounds. അപ്പോൾ യഥാർത്ഥത്തിൽ ദ എൻഡ് ഓഫ് പോയട്രി ഈസ് ടു പ്രൊഡ്യൂസ് എക്സൈറ്റ്മെൻറ്റ്. ഒരു കവിതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ആവേശം കൊള്ളിക്കലാണ്. ബട്ട് സംടൈംസ് ദ എക്സൈറ്റ്മെൻറ്റ് മേ ബി ക്യാരിഡ് ബിയോണ്ട് ഇറ്റ്സ് പ്രോപ്പർ ബൗണ്ട്സ്. അത് ചിലപ്പം ആ ആവേശം ചിലപ്പോൾ അതിരി കടന്നു പോകും. ആ കവിതയുടെ ആവേശം. ഇൻ എ സ്റ്റേറ്റ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ഇൻ എ പോയം ദ പോയറ്റ് മേ നോട്ട് ബി ഏബിൾ ടു പ്രസൻറ്റ് ഐഡിയാസ് ആൻഡ് ഫീലിംഗ്സ് യൂണിഫോംലി ആൻഡ് കോഗൻ്റ്ലി ഇൻ എൻ ഓർഡർ. അപ്പോൾ ആ ഒരു ആവേശത്തിൽ ഇപ്പം കവികൾക്ക് പോലും ചിലപ്പം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും വികാരങ്ങളും ഒക്കെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഓർഡറിൽ കൊടുക്കാൻ കഴിയില്ല. ഓവിങ് ടു ഇമോഷണൽ എക്സൈറ്റ്മെൻറ്റ് ഹി ലോസസ് ട്രാക്ക് ഓഫ് യൂണിഫോം എക്സ്പ്രഷൻ ആൻഡ് ക്വൈറ്റ് എവിഡൻ്റ്ലി ഹി റിക്വയർസ് സം ഫാക്ടർ ഓർ സം ഡിവൈസ് വിച്ച് വിൽ കൺട്രോൾസ് ഹിസ് ഇമോഷണൽ എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഇമോഷണൽ എക്സൈറ്റ്മെൻറ്റിന് ഒരു കൺട്രോൾ വേണം. ആ ഒരു കൺട്രോളിന് ഹി റിക്വയർസ് സം ഫാക്ടർ ഓർ സം ഡിവൈസ്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അത് കൺട്രോൾ ചെയ്യാനുള്ള ഘടകം വേണം. വിച്ച് വിൽ കൺട്രോൾ ഹിസ് ഇമോഷണൽ എക്സൈറ്റ്മെൻറ്റ്. അത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു ഘടകം കിട്ടി അദ്ദേഹത്തിന് ആ ഇമോഷണൽ എക്സൈറ്റ്മെൻറ്റ് തടയാൻ കഴിയും. ഇറ്റ് ഈസ് ദ മീറ്റർ ഇൻ പോയട്രി. മീറ്റർ ഹെൽപ്സ് ഹിം ടു കൺട്രോൾ ദ എക്സസീവ് ഫ്ലോ ഓഫ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ്. അപ്പോൾ അത് വൃത്തത്തിനാണ് എന്ത് ചെയ്യാൻ പറ്റുക? കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഈ എക്സസീവ് ഫ്ലോ ഓഫ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ്, വികാരത്തിൻ്റെ ആ ഒരു അധികമുള്ള ആ ഒരു ഫ്ലോ ഓഫ് എക്സ്പ്രഷനെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ മീറ്ററിന് കഴിയും. വെൻ pathos is presented in poetry, meter is required because it checks excessive expression of painful feelings. വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഫീലിങ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഇടയിൽ മീറ്റർ കൊടുക്കുമ്പം എന്താണ് അതിൻ്റെ ആ ഒരു ടൂ മച്ച് ഫീലിംഗ് ഒന്ന് കുറഞ്ഞു കിട്ടും. മീറ്റർ ക്രിയേറ്റ്സ് എ ഡ്രീം ലൈക്ക് അറ്റ്മോസ്ഫിയർ ഇൻ പോയട്രി ആൻഡ് ഇറ്റ് കോസസ് എ സെൻസ് ഓഫ് റിമോട്ട്നെസ് ഇൻ ദ റീഡേഴ്സ്. അപ്പം ഒരു ഡ്രീം ലൈക്ക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ മീറ്ററിനെ കൊണ്ട് കഴിയുമെന്ന് പറയണം. The reader feels as if existing far away from the painful situation being portrayed in poetry. This remoteness, far off feeling makes pathos more reasonable, bearable and endurable. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളത് പറയുമ്പോൾ ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ പിന്നെ ഈ ദാരികവധം ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു കാര്യമാണ് ദാരികവധം. അപ്പോൾ ദാരികവധം അമ്മാവനാണ് ദാരികൻ, അമ്മാവൻ ഭഗവതിയും
ദാരികൻ എന്നുള്ളത് ഒരു അസുരനായിട്ട് മരുമകനൊക്കെ കിട്ടുക. അപ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ കെട്ടിയ അമ്മാവൻ തന്നെ എന്ത് ചെയ്യും, മരുമകനെ കൊല്ലുമെന്ന്. ഈ കൊല്ലൽ എന്ന് പറയുന്ന ഒരു സിംബോളിക്കായിട്ടാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നടത്തുന്നത്. വേറെ എന്തെങ്കിലും ഒരു ഇപ്പോൾ വാഴയോ എന്തെങ്കിലും വാഴേൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ട് അതിനെ തട്ടിക്കളയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ അത് യഥാർത്ഥത്തിൽ നടന്നിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് അമ്മാവനെ ഭഗവതിയായി കിട്ടുന്നു, മരുമകൻ പിന്നെ ദാരികനായിട്ട് കിട്ടുന്നു. അങ്ങനെ ദാരികനെ വെട്ടിക്കളയുന്ന ഒരു പരിപാടി, അങ്ങനെ മരുമകനെ കൊല്ലുകയാണ്. അങ്ങനെ ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അത് പിന്നീട് ഈ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഭഗവതിയായിട്ട് വിഷം കെട്ടുന്ന അമ്മാവനെ പൂർണ്ണമായിട്ടും ആ ഭഗവതി എന്നുള്ള ആ ഒരു പിന്നെ ഒരു കോൺസെപ്റ്റിലേക്ക് മാറുകയാണ് പൂർണ്ണമായിട്ടും. അവിടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നടക്കുകയാണ് ഭഗവതിയായിട്ട്. പിന്നെ അമ്മാവനല്ല, അവിടെ ഭഗവതി തന്നെയാണ്. പക്ഷേ പിന്നീട് ഈ ഒരു പവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ അമ്മാവനായ പിന്നെ ഭഗവതീനെ എന്ത് ചെയ്യുകയാണ്, ഭഗവതിയായി കെട്ടുന്ന അമ്മാവനെ ഈ വിഴുപ്പ് ഉടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അത് മുഷിഞ്ഞ വസ്ത്രം ഉടുപ്പിക്കുമ്പോൾ ഈ ഭഗവതിയുടെ പവർ കുറയും എന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു പവർ ഉണ്ടാകാത്തതുകൊണ്ട് അമ്മാവനും മരുമകനെ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ ഈ മുഷിഞ്ഞ വസ്ത്രം ഇങ്ങനെ കെട്ടുന്ന പോലെ വേണം, നമുക്കതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇങ്ങനെ എടുക്കേണ്ട. അതുപോലെയാണ് മീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര ഫീലിങ്ങിൻ്റെ ഭയങ്കരമായിട്ടൊരു തള്ളൽ വരുന്ന സമയത്ത് ഒരു കൺട്രോൾ മീറ്റർ നൽകുന്നു എന്നാണ് കവി പറയുന്നത്. This remoteness, far off feeling makes pathos more reasonable, bearable and endurable. ഇത്തരത്തിലുള്ള പിന്നെ റിമോട്ടായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഫാർ ഓഫ് ഫീലിങ്സ്, ഈ വികാരങ്ങളൊക്കെ നമുക്ക് ഈ ദുഃഖങ്ങളൊക്കെ ഒരു എന്താ പറയുക സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് തരുന്നു എന്ന് പറയണം. Such a significant use of meter can be seen in the plays of Shakespeare. അത് നമ്മൾ ഷേക്സ്പിയറുടെ നാടകത്തിലും അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വൃത്തങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാണാം. ദ ഹ്യൂമൻ മൈൻഡ് ഡിറൈവ്സ് പ്ലഷർ ഫ്രം ദ പെർസെപ്ഷൻ ഓഫ് സിമിലിറ്റ്യൂഡ് ഇൻ ഡിസിമിലിറ്റ്യൂഡ് ആൻഡ് ഡിസിമിലിറ്റ്യൂഡ് ഇൻ സിമിലിറ്റ്യൂഡ്. അതായത് സാമ്യതയിൽ അസാമ്യതയും അസാമ്യതയിൽ സാമ്യതയും, അതാണ് മനുഷ്യൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നതെന്ന് പറയണം. അപ്പം എല്ലാ മനുഷ്യനും ഓപ്പോസിറ്റിൽ നിന്നാണ് പ്ലഷർ കിട്ടുക, ഓപ്പോസിറ്റുകളാണ്. പുരുഷൻ പ്രണയിക്കുന്ന പുരുഷനല്ല, സ്ത്രീനെയാണ്. ദാറ്റ് ഈസ് എ ഹ്യൂമൻ മൈൻഡ് ഡെറൈവ്സ് പ്ലഷർ ഫ്രം കോൺട്രാസ്റ്റ്. മനുഷ്യന് ആനന്ദം കിട്ടുന്നത് വൈരുദ്ധ്യങ്ങളിൽ നിന്നാണ്. മീറ്റർ പ്രൊവൈഡ്സ് കോൺട്രാസ്റ്റ് ഇൻ പോയട്രി ആൻഡ് ദെർഫോർ ഇറ്റ് കോസസ് പ്ലഷർ ഇൻ ദ റീഡർ. അപ്പം ഈ വൃത്തം എന്ത് ചെയ്യുന്നു, ഒരു വൈരുദ്ധ്യം നൽകുന്നു. അതെങ്ങനെയാണ് വൃത്തം വൈരുദ്ധ്യം നൽകുന്നത്? വൃത്തം വൈരുദ്ധ്യം നൽകുന്നത് എന്ന് പറയുന്നത് പിന്നെ ഈ ഇമാജിനേഷൻ അല്ലെങ്കിൽ പോയറ്റിൻ്റെ പാഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ ഒഴുകുകയാണ്. അവിടെ ഒരു തടസ്സമില്ലാണ്ട് ഒഴുകുകയാണ്. അപ്പോൾ അവിടെ യാതൊരു തരത്തിലുള്ള കൺട്രോളില്ല, ബൗണ്ടറി ഇല്ല, അങ്ങനെ പോവാണ്. ഇറ്റ് ഫ്ലോസ് ഇറ്റ്, പോയറ്റിൻ്റെ പാഷൻസും ഇമോഷൻസും ഒക്കെ. പക്ഷേ അതിനൊരു തടയിടുകയാണ് ഇവിടെ. അതിനൊരു ബ്ലോക്ക് ചെയ്യാണ് വൃത്തം. കാരണം വൃത്തം റൂളാണ്. വൃത്തത്തിൽ കൃത്യമായിട്ടുള്ള റൂളുണ്ട്. മറ്റേ ഇമാജിനേഷന് റൂളില്ല. അതുപോലെ കവിയുടെ പാഷനോ ഇമോഷനോ റൂളില്ലാണ്ട് ഇങ്ങനെ ഫ്ലോ ആയി പോകുമ്പോൾ അതിൻ്റെ ഒരു റൂള് വെച്ചങ്ങ് കൺട്രോൾ ചെയ്യുമ്പം അവിടെയാണ് ഒന്ന് പിന്നെ ഫ്രീ ആയിട്ട് പോവുകയും ഒന്നൊരു കൺട്രോളാകും. അപ്പം വൃത്തം ഇവിടെ കൺട്രോൾ ചെയ്യുന്നു പാഷനെ ഇമോഷനെയൊക്കെ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ജനങ്ങൾക്ക് പ്ലഷർ കിട്ടുന്നതെന്ന് പറയുന്നത്. അല്ലാണ്ട് വെറുതെ അത് മിയർ ഇമാജിനേഷൻ മാത്രമാണെങ്കിൽ, അല്ലെ മിയർ പാഷൻസ് ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്, അത്രത്തോളം പ്ലഷർ കിട്ടില്ല. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പ്ലഷർ ലഭിക്കുന്നത് എന്ന് പറയുന്നു. The four phases of poetic diction. Poetry is the spontaneous overflow of powerful feelings. It takes its origin from emotions recollected in tranquility. അദ്ദേഹം കവിതയുടെ 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, കാവ്യസൃഷ്ടിയുടെ 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ അദ്ദേഹം പറയാണ്. പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. ശക്തമായ വികാരങ്ങളുടെ കവിഞ്ഞൊഴുക്കാണ്. പിന്നെ അനർഗളമായ ശക്തമായ വികാരങ്ങളുടെ കവിഞ്ഞൊഴുക്കാണ് കവിത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി. പ്രശാന്തതയിൽ ഓർമ്മിച്ചെടുക്കപ്പെടുന്ന വികാരമാണ്. ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി മീൻസ് പ്രശാന്തതയിൽ ഓർമ്മിച്ചെടുക്കപ്പെടുന്ന വികാരമാണ് കവിത. ദിസ് ഈസ് വേർഡ്സ്വർത്ത് ഡെഫിനിഷൻ ഓഫ് പോയട്രി. ഇതാണ് വേർഡ്സ്വർത്തിൻ്റെ നിർവചനം കവിതയെക്കുറിച്ചുള്ള. ദോ ഹി കോൾസ് പോയട്രി ആസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ പവർഫുൾ ഫീലിംഗ്സ്, പോയട്രി അക്കോർഡിംഗ് ടു ഹിം ഈസ് നോട്ട് റിട്ടൺ ഇൻ ദ സ്പർ ഓഫ് ദ മൊമെൻറ്റ്. അപ്പം കവിതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ്, ശക്തമായ വികാരങ്ങളുടെ അനർഗളമായിട്ടുള്ള ഒഴുക്കാണ് കവിത എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിലും ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്നതല്ല കവിത. അതിന് 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ വേർഡ്സ്വർത്ത് പറയുകയാണ്. പോയട്രി റൈറ്റിംഗ് ഇൻവോൾവ്സ് 4 സ്റ്റേജസ്: ഒബ്സർവേഷൻ, റീകളക്ഷൻ, റിക്രഡൻസ് ആൻഡ് ആക്ച്വൽ റൈറ്റിംഗ്. ആദ്യത്തെ സ്റ്റേജാണ് ഒബ്സർവേഷൻ. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കവി
ഒരു സ്ഥലത്ത് പോകുന്നു, അവിടെ ഒബ്സർവേഷൻ. രണ്ടാമത്തെ സെക്ഷൻ റീകളക്ഷൻ എന്ന് പറഞ്ഞാൽ മെമ്മറിയാണ്. മൂന്നാമത്തെ സെക്ഷൻ. തേർഡ് വണ് റിക്കറൻസ് സെൻസ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ആക്ച്വൽ റൈറ്റിംഗ്. എ പോയറ്റ് ഒബ്സർവ്സ് മെനി ഒബ്ജക്ട്സ്, പേഴ്സൺ, തിങ്സ്, പ്ലേസസ്. കവി പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നു, വ്യക്തികളെ, അതുപോലെ വസ്തുക്കളെ, സ്ഥലങ്ങളെയൊക്കെ. എക്സൈറ്റിംഗ് around him, and some of things observed owing to their beauty or some other reason get registered in his mind. അതിപ്പം വേർഡ്സ്വർത്തിൻ്റെ ഒരു സ്റ്റൈൽ അദ്ദേഹത്തിൻ്റെ ടിൻഡേൺ അബി എന്ന് പറഞ്ഞ കവിതയിൽ നമുക്ക് കാണാം. ടിൻഡേൺ അബി എന്ന് പറഞ്ഞ സ്ഥലം ഒരു മൊണാസ്ട്രിയാണ്. ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു അരുവികളൊക്കെ ഉള്ള ഒരു തകർന്ന മൊണാസ്ട്രിയിലേക്ക്, ഒരു സന്യാസി മഠത്തിലേക്ക് കവി പോവുകയാണ്. അപ്പോൾ അത് വളരെ, ആ സന്യാസി മഠം കാടിൻ്റെ അടിയിലാണ്, വളരെ അതിമനോഹരമാണ്. ആ സംഭവം ആദ്യം എന്ത് ചെയ്യാണ് കവി ചെയ്യുന്നത്? പൂർണ്ണമായിട്ടും നിരീക്ഷിക്കും. അപ്പോൾ 5 years have passed എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത തുടങ്ങുന്നത്. 5 വർഷം മുമ്പേ കവി ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. അത് ആദ്യത്തെ ഒബ്സർവേഷനാണ്. എന്നിട്ട് ആ കവി അത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒപ്പിയെടുക്കുകയാണ്. നമ്മളിപ്പം സിനിമാ ഷൂട്ടിങ്ങിൽ ക്യാമറ എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുക്കുന്ന പോലെ അന്ന് കണ്ടിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളും അവിടെയുള്ള അതിമനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒപ്പിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതൊരു ഓർഡറൊന്നും ഇല്ലാണ്ടാണ് ഒപ്പിയെടുക്കൽ. ആ ഒപ്പിയെടുക്കൽ പിന്നെ കവിയുടെ മനസ്സിൽ അതങ്ങ് കിടക്കുകയാണ്. അതിനെയാണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ്, ഒബ്സർവേഷൻ. രണ്ടാമത്, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പോയറ്റിക് ക്രിയേഷൻ. അറ്റ് ദ സെക്കൻഡ് സ്റ്റേജ് ഹി റീകളക്ട്സ് ഫ്രം ഹിസ് സബ് കോൺഷ്യസ് വാട്ട് ഹി ഹാസ് ഓൾറെഡി ബീൻ രജിസ്റ്റേർഡ്. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് ചിലപ്പം കവി ചിലപ്പം ലണ്ടനിൽ എവിടെയെങ്കിലും ലോഡ്ജിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ, ഈ മനസ്സിലുള്ള കാര്യങ്ങൾ, സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹം അത് റീകളക്ട് ചെയ്യും. റീകളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിമെമ്പർ, ഓർമ്മിക്കുക. ദിസ് റീകളക്ഷൻ ഓഫ് ദി ബ്യൂട്ടീസ് ഓഫ് തിങ്സ് ഒബ്സർവ് ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ട്രാങ്കുലിറ്റി. ഈ റീകളക്ഷൻ ഉണ്ടാവുന്നത് ഈ പ്രശാന്തതയിലാണ്. ഒറ്റയ്ക്ക് അദ്ദേഹം നിൽക്കുന്ന സമയത്താണ് ഈ മനോഹരമായിട്ടുള്ള വസ്തുക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വീണ്ടും കടന്നു വരിക. That is, the poetic process is continued when the poet experiences quietude or calmness of mind. ഈ poetic process കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു ശാന്തതയൊക്കെ, ഒരു മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടണം. The third stage is the period of recurrences in which there is a fresh outbreak of emotion registered in the poet's mind already. അപ്പോൾ കവി അതിൻ്റെ മുകളിൽ ഒരു ബ്രൂഡിയാണ്. He broods over the things already observed and registered, and this once again causes a state of excitement within him. അപ്പോൾ ആദ്യത്തെ ആ ഒരു ആവേശത്തിൽ അദ്ദേഹം കണ്ടിട്ടില്ല, ആ സമയത്ത് ഭാവനയൊക്കെ ഉണ്ടാവും. അത് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അത് ഓർമ്മിച്ചെടുക്കുകയാണ്. ഒബ്സർവേഷൻ, റീകളക്ഷന് ശേഷമാണ് റിക്രഡസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്രഡസെൻസിൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അതിൽ ഒരു ബ്രൂഡ് ചെയ്യാണ്. ആ ഓർമ്മിച്ചെടുത്ത കാര്യത്തിൽ, ഇപ്പോൾ ഓർമ്മിച്ചെടുക്കൽ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ശാന്തമായിട്ട് അദ്ദേഹത്തിന് ഒരു സിനിമയിൽ എന്ന പോലെ അദ്ദേഹം കണ്ട കാര്യങ്ങൾ മുഴുവൻ ഓർമ്മയെടുക്കുകയാണ്. ആദ്യം അത് അറേഞ്ച്ഡ് അല്ലാത്ത രീതിയിലാണ് അദ്ദേഹം ഓർത്തെടുത്തതെങ്കിൽ ഇപ്പം കംപ്ലീറ്റ് എന്താണ്? അറേഞ്ച്ഡ് ആയിട്ടാണ് കവിയുടെ മനസ്സിലേക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഈ റീകളക്ഷൻ സ്റ്റേജിൽ. അതിനുശേഷമാണ് റിക്രഡ് സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള, റിക്കഡ് സീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ സെക്ഷൻ. ആ ഒരു സെക്ഷനിൽ കവി അതിൽ ബ്രൂഡിയാണ്, അടയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തീമിൽ അടയിരുന്നിട്ട് അതിനൊരു പാകത വരുത്തുകയാണ്. ആ ഇമോഷൻസിലൊക്കെ, ആ ഇമോഷനൊന്നും ഇപ്പോൾ കുറച്ച് മെച്യൂർഡ് ആയിട്ടുണ്ട് അതിലേക്ക്. in which there is a fresh outbreak of emotion registered in the poet's mind already. He broods over the things already observed and registered, and this once again causes a state of excitement within him. അത് വീണ്ടും എന്താണ്? അദ്ദേഹത്തിന് ഒരു ആവേശം ഉണ്ടാവുകയാണ്. ആദ്യം അദ്ദേഹം കണ്ട ആ ഒരു കൺകുളിർക്കെ കണ്ട ആ മനോഹര നിമിഷങ്ങളൊക്കെ വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ആവേശം പോലെ കടന്നു വരികയാണ്. ഒരു സിനിമയിലെ ചിത്രങ്ങൾ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. വീണ്ടും അതേ എക്സൈറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. ദിസ് സ്റ്റേറ്റ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് പ്യൂരിഫൈസ് ദ ഇമോഷൻ രജിസ്റ്റേർഡ് ഇൻ ദ poet's mind already, and like a chain reaction he arranges the thoughts, feelings and emotion in order for the execution. പിന്നീട് ഈ ഇമോഷൻസും അതുപോലെ അദ്ദേഹം കണ്ട തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, അതുപോലെ ആ കണ്ട എല്ലാ സീൻസും അദ്ദേഹം 1 by 1 ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? ആക്ച്വൽ റൈറ്റിംഗ് എന്നുള്ളതിലേക്ക് എഴുതും. ഒബ്സർവേഷൻ, റീകളക്ഷൻ, റിക്രഡസെൻസ് ഓർ കണ്ടംപ്ലേഷൻ ഓർ ഇമാജിനേറ്റീവ് എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ അദ്ദേഹം എഴുതാണ്. അറ്റ് ദ ഫോർത്ത് സ്റ്റേജ് ദ പോയറ്റ് ആക്ച്വലി റൈറ്റ്സ് പോയട്രി. കവിത എഴുതുന്ന ഒരു സ്റ്റേജാണ് ഈ ഫോർത്ത് സ്റ്റേജ്. ഇൻ ദിസ് വേ പോയട്രി ഈസ് റിട്ടൺ ആൻഡ് മീറ്റർ ആഡ്സ് മോർ പ്ലഷർ ടു ഇറ്റ്.
ഇങ്ങനെയാണ് കവിത എഴുതുന്നത്. അതിൽ പിന്നെ മീറ്റർ പ്ലഷർ നൽകുന്നു. വേർഡ്സ്വർത്തിൻ്റെ പ്രിഫേസ് ടു ദ ലിറിക്കൽ ബാലഡ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്.